ഭാവത്തിലും ഭാവത്തിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി ഇതാരാണെന്ന്. നമസ്കാരം. നമ്മുടെ കലോത്സവ വേദി കണ്ട് എല്ലാം കഴിഞ്ഞ ദിവസമൊക്കെ വന്നിരുന്നു. ഈ വേഷം വെള്ളയൊക്കെ മാറ്റി ഒരു ന്യൂജൻ ലുക്കാണ്. എനിക്ക് ചെറിയൊരു പനി വന്നുകൊണ്ട് ഞാൻ ഇന്ന് പോകാനുള്ള പരിപാടി ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇവിടെ കുറച്ചു നേരം നല്ല ശുദ്ധവായു, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെ വന്നിരുന്നേ. അപ്പൊ ഈ കലോത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കണ്ടിട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഒരു അറേഞ്ച്മെന്റ്സ് ആണ്. എല്ലായിടത്തും മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, പ്രായമായിട്ടുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടി പെർഫെക്ഷനോടെ ഓരോ ഇവന്റും ചെയ്യുന്ന കുട്ടികൾ. അപ്പൊ അവരുടെ കയ്യിൽ നമ്മുടെ നാട് ഭദ്രമാണ് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം തോന്നിയ. ഓരോ ഇവന്റും കഴിയുമ്പോൾ മറ്റൊരു ഇവന്റ് കാണുമ്പോൾ പാട്ട് പാടുന്നത് അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നത്, അത് ഒരു എന്താ പറയാ സ്റ്റേജ് ഫിയറും ഇല്ലാതെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ കോമ്പീറ്റ് ചെയ്യും ഇവര്, എങ്ങനെ മാർക്കിടും. എല്ലാവർക്കും ഒരേ മാർക്ക് കൊടുക്കേണ്ടി വരും എന്നും, അതുകൊണ്ടായിരിക്കും എ ഗ്രേഡ് എല്ലാവർക്കും കൊടുക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ച ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്ന കുട്ടികളെ അഭിനന്ദിക്കുന്നു. അവരെ പ്രിപ്പയർ ചെയ്യുന്ന പേരൻസിനെ, അതുപോലെ തന്നെ അധ്യാപകരെല്ലാം അഭിനന്ദിക്കുകയാണ്. കുട്ടിക്കാലത്ത് അഭിനയം ഉണ്ടായിരുന്നു, മറ്റ് കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. മത്സരം CBSE കലോത്സവത്തിലൊക്കെ പങ്കെടുത്തു, ICSE കലോത്സവത്തിലൊക്കെ പങ്കെടുത്തു. അതുമായിട്ട് ആ ഒരു അനുഭവം എങ്ങനെയാണ്? ഞാൻ SLC ഒരു കലോത്സവം പങ്കെടുക്കാൻ പറ്റുള്ളൂ, 1ാം ക്ലാസ്സിൽ വെച്ച്. അതിൽ സ്കൂളിൽ പങ്കെടുത്തു, 1ാം സ്ഥാനം കിട്ടി. ഉപജില്ലയിൽ കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ICSE വന്നപ്പോൾ എനിക്ക് 5ാം ക്ലാസ് തൊട്ട് ഞാൻ കൂടുതൽ ആക്റ്റീവായിരുന്നു. ഇപ്പം ഗ്രൂപ്പ് സോങ്, അതുപോലെ തന്നെ ടാബ്ലോ, ഫാൻസി ഡ്രസ്, മോണോ ആക്ട്. അപ്പൊ അന്നും വളരെ സജീവമായിട്ട് കൾച്ചറൽ ആക്ടിവിറ്റീസിൽ നമ്മൾ ഭാഗമായിരുന്നു. അപ്പം മലയാളം എനിക്ക് എക്സ്റ്റംബറിക്ക് സ്റ്റേറ്റ് വരെ പോയി, പക്ഷെ അവിടെ കിട്ടിയില്ല. അത് അങ്ങനെ ആണ് നമ്മുടെ ഈ കലോത്സവ വേദിയില് ഈ മിമിക്രിയൊക്കെ ആയിരുന്നു ഇന്നലെ നടന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദമാണ് അനുകരിക്കപ്പെടുന്നത്. അപ്പം ഈ സാറ് ഉള്ളപ്പോഴേ ഇങ്ങനെയുള്ള കലാകാരന്മാരെ അനുകരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലിരുന്ന് എന്താ ചർച്ച ചെയ്യാ? അല്ല, നമുക്കത് സന്തോഷമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും മലയാളി സമൂഹത്തിന്റെ ഇടയിൽ നിൽക്കുന്ന കാണുമ്പോൾ വളരെയധികം എന്താ പറയുക ചാരിതാർത്ഥ്യവും, അതേപോലെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ജനങ്ങളുടെ ഇടയിൽ അത്രയ്ക്ക് നിലനിൽക്കുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഏതൊരു കുടുംബത്തിനും അഭിമാനിക്കാത്തൊരു കാര്യമാണ്. അത് ശബ്ദം കേൾക്കുമ്പോൾ ഒരു വിഷമം സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പം ഈ ഒട്ടേറെ ഇപ്പം രാഷ്ട്രീയത്തിലൊക്കെ ആയാലും ഈ പാട്ട് പാടുന്നവരും അങ്ങനെ ഡാൻസ് ചെയ്യുന്നവരും ഒക്കെ ഒരുപാടുണ്ട്. അപ്പം ശരിക്കും ചാണ്ടിയുമ്മനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പാട്ട് പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും? ഞാൻ എല്ലാ ചാനലിലും പോയി പാടി ഒരു നാടൻ പാട്ട്. ക്ഷീണം എല്ലാവർക്കും ഉണ്ട്, കേരളം മുഴുവൻ ഇതാ ക്ഷീണമാണ്. അപ്പൊ ഒരു നാടൻ പാട്ടായാലും സന്തോഷമായിരിക്കും. നാടൻ പാട്ട് എനിക്ക് അങ്ങനെ അല്ല ഇഷ്ടമുള്ള ഏതാണ്? വെണ്ണീല ചന്ദന കിണ്ണം പുന്നമട കായൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ, മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് അറ്റക്കിളി കൂവും നേരം കുഞ്ഞു നീ കൂടൊരുക്കാൻ വാ. അപ്പം എല്ലാം കൊണ്ടും പറയുന്ന രാഷ്ട്രീയത്തിലായാലും അതുപോലെ തന്നെ സംഗീതത്തിന്റെ കാര്യത്തിലായാലും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലും കൂടെയുള്ളവരെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു കുടുംബ പശ്ചാത്തലമുള്ള ചാണ്ടിയുമ്മനാണ് ഈ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഈ തൃശ്ശൂരിലെ കലോത്സവ നഗരിൽ എത്തിയിരിക്കുന്നത്. ഒട്ടേറെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടു. എന്തായാലും ഇങ്ങനെ അപ്രതീക്ഷിതമായി കിട്ടിയ വ്യത്യസ്തനായ ഒരു ചാണ്ടിയുമ്മനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം.